സൺഡേ ആയതുകൊണ്ട് ഞാനാണ് ഉച്ചക്കത്തെ കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷെസ്വാൻ എഗ് ഫ്രൈഡ് റൈസ് ആണ്. റൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. എണ്ണ ചൂടായപ്പോഴത്തേക്കിനും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത്രയും സാധനമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മുട്ട ഞാൻ ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ. ഇനി അതിലോട്ട് നമുക്ക് വേണ്ട എല്ലാ സോസുകളും ആഡ് ചെയ്യാം. ഞാനിവിടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഷെസ്വാൻ സോസ് ആഡ് ചെയ്തു. പിന്നെ ടൊമാറ്റോ സോസും സോയാ സോസും ആഡ് ചെയ്തു. തന്നെ റൈസൊക്കെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ റൈസും കൂടെ ഈ ഒരു മിക്സറിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സ്ക്രാമ്പിൾ ചെയ്യാം. ഞാൻ ഇതിന് വേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്ക്രാബിൾ ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രൈഡ് റൈസിലോട്ട് ആഡ് ചെയ്യാം. ആവി പറക്കുന്ന ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എനിക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഞാൻ ടൊമാറ്റോ സോസ് കൂട്ടിയാണ് യൂഷ്വലി കഴിക്കാറ്. എരി കുറച്ച് കൂടിയായിരുന്നു, പക്ഷേ എനിക്ക് എരി പൊതുവെ ഇഷ്ടമുള്ളതായതുകൊണ്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.